Hi friends, welcome to Whisk and Weave. അപ്പോൾ തൊട്ട് മുൻപിട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. കാരണം നമ്മളുടെ 2.5 മീറ്റർ ഫാബ്രിക് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു 10 വയസ്സായ കുട്ടിക്ക് ഒരു സ്കേർട്ടും ടോപ്പും ചെയ്യാന്നുള്ളതിൻ്റെ പാർട്ട് 1 ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കാൽക്കുലേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ അതിൽ മനസ്സിലാവുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ കട്ടിങ് പാർട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 32.5 പ്ലസ് ഹാഫ് ഇഞ്ച് മുകളിൽ ബാൻഡുമായിട്ട് യോജിപ്പിക്കാനുള്ളതാണ്. അപ്പം ഞാൻ ക്ലോത്തിന് ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് താഴെ ബോർഡർ ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ എക്സ്ട്രാ സീം അലവൻസ് ഒന്നും ആവശ്യമില്ല മടക്കി അടിക്കാൻ. അപ്പോൾ ഞാൻ 1/2 ഇഞ്ച് മാത്രം എക്സ്ട്രാ ചേർത്തിട്ട് 33 ഇഞ്ചിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ബാക്കി വരുന്ന ഈ ഒരു പീസിലാണ് നമ്മൾ ബാൻഡും അതേപോലെ തന്നെ നമ്മുടെ ടോപ്പും കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി അടുത്തത് നമുക്കൊരു കോട്ടൺ ലൈനിങ് എടുത്തിട്ടുണ്ട്. ലൈനിങ് ഞാനിവിടെ 2.25 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക, അതായത് ആ കരവശം, അതായത് സെയിൽവേജ് എന്ന് പറയുന്ന ഭാഗം മുഴുവൻ ഒരു സൈഡിലേക്കല്ലേ ഉണ്ടാവുക, സൈഡിലേക്കാണ് ഉണ്ടാവുക. നമ്മളതിനെ ഫുള്ളായിട്ട് തുറന്നിട്ട് ആ ഒരു സൈഡ്, അതായത് ഒരു സെയിൽവേജ് മുകളിലേക്കും ഒരു സെയിൽവേജ് താഴേക്കും വരുന്ന രീതിയിൽ വെക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വിഡ്ത്ത് ഈ ഫാബ്രിക്കിന് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനത് അങ്ങനെ എടുക്കുന്നുണ്ട്. ലെങ്ത്ത് ഞാൻ പിന്നീട് ലാസ്റ്റ് മടക്കി അടിക്കുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കറക്റ്റ് കണ്ടില്ല, എനിക്കൊരു അല്പമാണ് കുറവുള്ളൂ. അപ്പോൾ ഞാനത് മടക്കി അടിക്കുമ്പോൾ എനിക്ക് കറക്റ്റായിരിക്കും. അപ്പോൾ ഞാനത് എക്സ്ട്രാ കട്ട് ചെയ്ത് കളയുന്നില്ല. പിന്നെ അതിൽ നിന്ന് ഞാൻ ഒരു പീസ് എടുത്തിട്ട് ബാൻഡിൻ്റെ പീസിന് വേണ്ടിയിട്ട്, ലൈനിങ്ങിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാൻഡ് പീസിൻ്റെയും നേരത്തെ ഞാൻ കാൽക്കുലേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാൻഡ് പീസ് നമുക്ക് 4 ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത്ത്. വിഡ്ത്ത് പറയുന്നത് ഞാനൊരു 32 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതായത് മടക്കി വയ്ക്കുമ്പോൾ 16 ഇഞ്ച്. എനിക്കിതിങ്ങനെ ഒരു നീളത്തിലുള്ള പീസ് നമുക്ക് ലൈനിങ്ങിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മെയിൻ ക്ലോത്തിൽ നിന്ന് ഞാൻ അങ്ങനെയല്ല കട്ട് ചെയ്തിരിക്കുന്നത്, 2 പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 16.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അവിടെ നിന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് അതിനെ ഒറ്റ പീസാക്കി മാറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 30 ഇഞ്ചായിരുന്നു നമ്മുടെ വേസ്റ്റ് അളവ് ഉണ്ടായിരുന്നത്. ഞാനിവിടെ 32 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നതായിരിക്കും. ഓക്കെ, ഇതേപോലെ 4 ഇഞ്ചിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലൈനിങ്ങും അതേപോലെ തന്നെ ഈ ഒരു മെയിൻ ക്ലോത്തും ആദ്യം ആ മെയിൻ ക്ലോത്തിൻ്റെ 2 പീസായിട്ടാണല്ലോ കട്ട് ചെയ്തിരിക്കുന്നത്, അതൊന്ന് ജോയിൻ ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ നല്ല വശത്തേക്ക് ഈ ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് ഒരു സൈഡ് മാത്രം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ആ ഭാഗത്തുള്ള റോ എഡ്ജസ് നമുക്കൊന്ന് സീലായി കിട്ടും. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ, സ്കേർട്ട് പാർട്ടിനുള്ള, അതിൽ പ്ലീറ്റ് ഇട്ട് എടുക്കാൻ പോവുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ചീത്ത വശത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. ആദ്യം മാർക്ക് ചെയ്യുന്ന ഈ 1 ഇഞ്ച് നമ്മൾ 2 അറ്റത്തും ഈ 1 ഇഞ്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സീം അലവൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഞാനൊന്ന് നീട്ടി വരയ്ക്കുന്നുണ്ട്. ഇത് പ്ലീറ്റുമായിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണ്ട. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നതാണ് പ്ലീറ്റിൻ്റെ സൈസായിട്ടുള്ള 1 ഇഞ്ച്. ഇത് നമ്മൾ നേരത്തെ വീഡിയോ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. പ്ലീറ്റ് ഇൻടേക്ക് നമ്മൾ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിച്ചിരുന്നു 2.2. അപ്പോൾ ആദ്യം 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, വീണ്ടും 2.2 മാർക്ക് ചെയ്യുക, വീണ്ടും 1 ഇഞ്ച്, വീണ്ടും 2.2, അങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം വരച്ച ആ നീളത്തിലുള്ള വരയല്ല ഞാൻ പറയുന്നത്, അത് നമ്മൾ സീം അലവൻസിന് വേണ്ടി ഇട്ടിരിക്കുകയാണ്. പിന്നെ മാർക്ക് ചെയ്തിട്ടുള്ള 1 ഇഞ്ച്, പിന്നെ 2.2, വീണ്ടും 1 ഇഞ്ച്, 2.2. ഈ 2.2 മാർക്ക് ചെയ്തതെല്ലാം ഞാൻ കുറച്ച് നീട്ടി വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ. ഇനി നമ്മൾ ആ 1 ഇഞ്ചിൽ നിന്നും, ആദ്യത്തെ 1 ഇഞ്ചല്ല കേട്ടോ, രണ്ടാമത് പ്ലീറ്റിന് വേണ്ടി മാർക്ക് ചെയ്ത 1 ഇഞ്ചിൽ നിന്നും നേരെ പിടിച്ചിട്ട് ഇതേപോലെ 2.2 മാർക്ക് ചെയ്തിട്ടുള്ള ആ വലിയ വരയിലേക്ക് ഇതുപോലെ പ്ലീറ്റ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലീറ്റ് കറക്റ്റ് ആവും. 1 ഇഞ്ചിൽ നിന്ന് നേരെ 2.2ലേക്ക് വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ യൂഷ്വലി ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാറില്ല. ഞാനിങ്ങനെ കുറച്ച് മാർക്ക് ചെയ്തിട്ട് നേരെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി അതുപോലെ ചെയ്യാം. ഇത് മുഴുവനും നിങ്ങൾക്ക് പിന്ന് കുത്തി വെച്ച ശേഷം കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത ശേഷം വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ബെൽറ്റ് ഇതുപോലെ 2 പീസ് ഉണ്ടല്ലോ, അത് നമ്മളിവിടെ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കുകയാണ്. 2 പീസ് നമ്മൾ ജോയിൻ ചെയ്തു. ഇനി ഇതിൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ ലൈനിങ്ങിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സൈഡ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ തിരിച്ചിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി സൈഡ് എല്ലാം നമ്മളൊന്ന് അറ്റാച്ച് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഞാനൊന്ന് പതിച്ചടിക്കുന്നതും കൂടിയുണ്ട്. എന്നിട്ട് ബാക്കി സൈഡൊക്കെ ഒന്ന് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്ലീറ്റ് ഇട്ട് തുടങ്ങാം. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച പോലെ തന്നെ 1 ഇഞ്ചിൽ നിന്ന് ആ 2.25 ഇഞ്ചിലേക്ക് ഇതുപോലെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ നമ്മളൊന്ന് പ്ലീറ്റ്സ് ഇട്ട് എടുക്കുക. എന്നിട്ട് തുണിയുടെ ഏകദേശം ഇപ്പോൾ 2.5 മീറ്ററാണ് പറഞ്ഞല്ലോ, അതിൻ്റെ പകുതി എത്തുമ്പോൾ നമ്മൾ ഇതൊന്ന് മെഷർ ചെയ്ത് നോക്കുക. ഈ പ്ലീറ്റ്സ് ഇട്ട ഭാഗം അത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ പകുതി എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് തുടങ്ങാം. ഇതൊക്കെ ബിഗിനേഴ്സിന് വേണ്ടി പറയുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ലൈനിങ് നമുക്ക് കുറച്ച് വലിയ പ്ലീറ്റ്സ് തന്നെ ഇടാം. അതിനങ്ങനെ പ്രത്യേകിച്ച് അളവ് വേണമെന്നൊന്നുമില്ല. ലാസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്ത് എടുക്കുമ്പോൾ ഈ ഒരു വേസ്റ്റ് റൗണ്ട് എത്തണം, അത്രയേ ഉള്ളൂ. അതിന് ശേഷം നമ്മളിതൊന്ന് രണ്ടും ലൈനിങ്ങും അതേപോലെ തന്നെ മെയിൻ ക്ലോത്തും ഇതുപോലെ കറക്റ്റായിട്ട് പ്ലീറ്റ്സ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ താഴെ ലൈനിങ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ബെൽറ്റ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബെൽറ്റ് അറ്റാച്ച് ചെയ്യണം. സാധാരണ നിങ്ങൾ കൂടുതലും കണ്ടിട്ടുണ്ടാവുക ഫ്രണ്ടിൽ നിന്ന്, അതായത് നല്ല വശത്തു നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ അകത്തോട്ട് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമായിരിക്കും. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾ. അതായത് നിങ്ങൾ താഴെ അടിവശത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് ഫ്രണ്ടിലേക്ക് മടക്കി അടിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിലെ സ്റ്റിച്ച് കുറച്ചും കൂടി നീറ്റായിട്ട് കിട്ടും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വീണ്ടും സൈഡ് ഒന്ന് മടക്കി അടിക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് മറക്കരുത് കേട്ടോ. കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ ആ സൈഡ് എന്താണെന്നറിയില്ല, എപ്പോഴും എനിക്ക് ഈ പ്ലീറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ അത് മറക്കുകയാണ്. അതായത് ഇതേപോലെ സ്കേർട്ടിൻ്റെ താഴെ ഭാഗത്ത്, അതായത് ലൈനിങ്ങിനോട് ചേർന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാത്ത നമ്മുടെ റോ എഡ്ജ് ഉണ്ടല്ലോ, അതിൻ്റെ നല്ല വശം ഇതേപോലെ വെച്ചിട്ടൊന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ സ്കേർട്ടിൻ്റെയും അതുപോലെ ഈ ബെൽറ്റ് പോർഷൻ്റെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈഡ് മടക്കി അടിച്ചിട്ടുണ്ടാവണം. ഞാനത് മറന്നു പോയിട്ട് ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം സ്റ്റിച്ച് അവിടെ നിന്ന് ഇളക്കിയിട്ടാണ് ഞാൻ സൈഡ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ആ സൈഡ് ഒന്ന് മടക്കി അടിക്കുക. പാവാടയുടെയും ഒരു 2-2.5 ഇഞ്ചോളം മടക്കി അടിക്കുക. അതേപോലെ ബെൽറ്റ് പോർഷൻ്റെയും നമ്മൾ 1/2 ഇഞ്ചാണല്ലോ സീം അലവൻസ് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ആ 1/2 ഇഞ്ച് മടക്കി അടിക്കുക. അപ്പോൾ ഈ ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ നോക്കുന്നത് സൈഡ് മടക്കി അടിച്ചിട്ടില്ല എന്ന്. നമ്മൾ സൈഡ് മടക്കി അടിച്ച ശേഷം ഇതേപോലെ ബെൽറ്റിനെ ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം നമുക്ക്, നല്ല വശത്തേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ഈ സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം ഞാൻ ബെൽറ്റും അതേപോലെ തന്നെ നമ്മളുടെ സ്കേർട്ട് പോർഷനും മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനെ ഇതുപോലെ നല്ല വശത്തേക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ആ ബെൽറ്റ് കുറച്ചും കൂടി വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡ് കൂടെ ഏറ്റവും അറ്റത്ത് കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തു വിടുകയാണേ. ഇനി നമ്മൾ സൈഡുകൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 സൈഡ് ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ ഓൾറെഡി മടക്കി അടിച്ചിട്ടുണ്ടല്ലോ, അതൊന്നൊരു 1/2 ഇഞ്ച് കയറിയിട്ട് നമ്മളിതുപോലെ ഒന്ന് സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ 4ഉം കൂടി, അതായത് 2 ലൈനിങ്ങും 2 മെയിൻ ക്ലോത്തും കൂടി കുറച്ച് ദൂരം കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒരുമിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഒരു 2-2.5 ഇഞ്ച് ഇറക്കിയാൽ മതി നിങ്ങൾ. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ ലൈനിങ്ങിനെ 2 വശത്തേക്കും മാറ്റിയ ശേഷം മെയിൻ ക്ലോത്ത് മാത്രം, സാധാരണ നമ്മൾ ഉടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ അതേപോലെ തന്നെ ഇത് ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി മെയിൻ ക്ലോത്ത് നമ്മൾ താഴെ വരെ അറ്റാച്ച് ചെയ്തെടുക്കുന്നു. അതിനുശേഷം മെയിൻ ക്ലോത്തിനെ നമ്മൾ ഉള്ളിലേക്ക് മാറ്റിയിട്ട് ലൈനിങ്ങും മാത്രം പുറത്തേക്ക് എടുത്തിട്ട് അതും കൂടി ഒന്ന് സൈഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ലൈനിങ് നമ്മളൊന്ന് മടക്കി അടിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്കേർട്ട് പോർഷൻ മടക്കി അടിക്കേണ്ട ആവശ്യമില്ല, കാരണം കരഭാഗം ആയതുകൊണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമ്മളുടെ പാവാട അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനേക്കാൾ വൃത്തിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ടോപ്പുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.